ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ദുബായ് യൂത്ത് ഹോസ്റ്റലിലാണ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. മെയിനായിട്ട് പറഞ്ഞാൽ വളരെ റേറ്റ് കുറവിൽ ഇവിടെ താമസിക്കാം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിന് മുന്നേ, അതായത് കുറേ വർഷങ്ങൾ മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ഇതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് അതും കൂടി എത്തിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ യൂത്ത് ഹോസ്റ്റലിൻ്റെ പ്രത്യേകതകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ആളുകളൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ഇത് കുറെ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കാം, പക്ഷെ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയില്ല. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വേറെ ഒന്നല്ല, ഇവിടെ നമുക്ക് വളരെ റേറ്റ് കുറവിൽ താമസിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഫ്രീ ആണ്. ഇത് മറ്റ് ഹോട്ടൽ പോലെ തന്നെ, പക്ഷെ റേറ്റ് കുറവാണ്. നിങ്ങൾക്ക് മറ്റ് ഹോട്ടലിലൊക്കെ പോയി താമസിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആയിക്കോളൂ. ഇപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം 70 ദിറംസിനൊക്കെ താമസിക്കാൻ പറ്റും വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതുപോലെ തന്നെ വൈഫൈ ഉണ്ട്, പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ്. പിന്നെ നമ്മളെ പ്രവാസികൾ ഇവിടെ ഒരുപാട് ആൾക്കാർ റൂം ചേഞ്ചിങ് ഒക്കെ ചെയ്യാറുണ്ട്. അതായത് ഒരു റൂം വിട്ടിട്ട് മറ്റ് പുതിയ റൂമിലേക്ക് പോകുമ്പോൾ ഒക്കെ 2 ദിവസമൊക്കെ താമസിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വന്നിട്ട് ഇവിടെ താമസിക്കാൻ പറ്റും. 2 ദിവസമൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പം ജോലി തേടി വരുന്നുണ്ട്. ഇപ്പം നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ജോലി തേടി വരുമ്പോൾ നിങ്ങൾക്കൊരു ബന്ധക്കാരോ അല്ലെങ്കിൽ ഒരു പരിചയക്കാരോ ഒക്കെ ദുബായിലില്ലെങ്കിൽ ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിട്ട് താമസിക്കാം. 1, 2, 3 ദിവസമൊക്കെ ഇവിടെ താമസിച്ചിട്ട് നിങ്ങൾക്ക് വേറൊരു സ്ഥലം കണ്ടെത്താൻ പറ്റും. നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ നാട്ടിൽ നിന്ന് നിങ്ങൾ ഏത് ഫ്ലൈറ്റിനാണ് വരുന്നതെന്ന് വെച്ചാലും വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു യൂത്ത് ഹോസ്റ്റലിൽ വന്ന് എത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ വരുന്ന ഫ്ലൈറ്റ് നിങ്ങളിപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണെന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് ട്രാവലായിട്ട് വരികയാണ് ദുബായിക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ വരികയാണെങ്കിൽ ടെർമിനൽ 2ലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വരുന്നത്. അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നടക്കാവുന്ന ദൂരമുള്ളൂ. പിന്നെ ചൂടുകാലമായി കഴിഞ്ഞാൽ ബസ് ഉണ്ട്. ചൂടുകാലം എന്ന് മാത്രമല്ല, എപ്പോഴും ബസ് ഉണ്ട്. വിന്റർ സീസൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടന്ന് ഇങ്ങോട്ട് വരാവുന്നുള്ളൂ. പക്ഷേ ചൂടുകാലമായി കഴിഞ്ഞാൽ കുറച്ചൊരു ഇതുണ്ട്. അപ്പം ബസ് ഉപയോഗിക്കാം. അവിടുന്ന് 20A അല്ലെങ്കിൽ 20B അങ്ങനെയുള്ള ബസ്സുകളൊക്കെ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾ ടെർമിനൽ 1ലാണ് വന്നിറങ്ങണമെന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യക്കോ അല്ലെങ്കിൽ സ്പൈസ് ജെറ്റോ ഇൻഡിഗോ അങ്ങനെയുള്ളതിനൊക്കെയാണ് വന്നിറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മെട്രോ വരിക. മെട്രോ നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് നേരെ ഇറങ്ങാൻ പറ്റും. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ. നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എമിറേറ്റ്സ് എയർലൈൻസിന് ടെർമിനൽ 3ലാണ് വന്നിറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും മെട്രോ സർവീസ് ഉണ്ട്. അവിടെ നിന്നും നേരെ ഇവിടെ വരാൻ പറ്റും. കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. കണ്ടില്ലേ, ഇതാണ് യൂത്ത് ഹോസ്റ്റൽ. യൂത്ത് ഹോസ്റ്റലിന്റെ അവിടുന്ന് ടെർമിനൽ 2ലേക്ക് പോണ വഴിയാണ് ആ കാണുന്നത് കേട്ടോ. അതാ ബസ് പോകണ്ടില്ലേ, ആ ബസ് അങ്ങോട്ട് പോണത് ടെർമിനൽ 2ലേക്ക് നേരിട്ട് പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ എത്തിയിട്ടാ. എന്താന്ന് വെച്ചാൽ സ്ക്രാമ്പിൾഡ് എഗ്, പിന്നെ അതുപോലെ തന്നെ ഇത് ബീൻസ് അരച്ചതെന്ന് പറഞ്ഞു. ബീൻസ് എന്ന് പറഞ്ഞാൽ വലിയ പയർ. എന്നിട്ട് അതിൽ ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചേക്കണാണ് ഈ കാണുന്നത്. പിന്നെ ഒരു ഗ്ലാസ് പാലുണ്ട്. പിന്നെ കുബൂസ് ഉണ്ട്. ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് എടുക്കാം, നമുക്ക് കുബൂസ് വേണമെങ്കിൽ കുബൂസ് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടറിൻ്റെ ഒരു തന്നുണ്ട്. പിന്നെ ഒരു ചീസ്, പിന്നെ സ്ട്രോബെറി ജാം. ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹോസ്റ്റലിൽ താമസിക്കാനായിട്ട് ഞാൻ രാത്രിയാണ് ഇവിടെ എത്തിയത്. ഒരു രാത്രി ഇവിടെ തങ്ങി റൂമെടുത്ത് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ രാത്രി തൊട്ടടുത്തുള്ള ഫുഡ് കോർട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കപ്പ ബിരിയാണിയാണ് കഴിച്ചത് ഞാൻ. ഹോസ്റ്റലിനോട് ചേർന്നിട്ട് ഒരു കഫ്റ്റേരിയയും അതുപോലെ തന്നെ ഒരു ഫുഡ് കോർട്ടും ഉണ്ട് കേട്ടോ. രണ്ടും മലയാളി ഭക്ഷണം കിട്ടുന്നതാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് നേരിട്ട് ഷാർജയിൽ നിന്ന് ബസ് ഈ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പിൽ വന്ന് നിർത്തുന്നുണ്ട് കേട്ടോ. സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ. ഈ കാണുന്ന ബസ് ഇതാ ഷാർജയിൽ നിന്ന് വന്നതാണ്. ഷാർജ റോളയിൽ നിന്ന് നേരിട്ട് ടെർമിനൽ 2ലേക്ക് പോകണ വഴിക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട്.
കണ്ടില്ലേ, ഇത്ര നല്ല ഫെസിലിറ്റീസ് ഒക്കെ എവിടെ കിട്ടുക ചെറിയ പൈസക്ക് ദുബായിൽ. അതും ദുബായിയുടെ ഹൃദയഭാഗത്താണ് ഈ ഹോസ്റ്റൽ ഉള്ളത്. അപ്പൊ എല്ലാരും എൻജോയ് ചെയ്യുക ഇതുപോലെ. പണ്ടേതോ സിനിമയിൽ പറഞ്ഞത് നായകൻ പുറത്തേക്ക് ചാടല്ലേ, ക്യാമറയും കൂടി ചാടട്ടെ. ക്യാമറ ചാടാൻ പറ്റില്ല, ക്യാമറ ഇരിക്കുന്നു. ക്യാമറ ചാടിയ വിവരം അറിയും. നല്ല തണവുള്ള വെള്ളം. Come on guys, enjoy, come here and നല്ല തണവുള്ള വെള്ളം. അപ്പൊ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. അപ്പൊ യൂത്ത് ഹോസ്റ്റലിൽ വന്നിട്ട് ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിക്കുക. നിങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരും ബൈ. അപ്പോൾ നമ്മളെ സ്മോക്ക്ഡ് മന്തി വന്നിട്ടുണ്ട്, തുറന്നു നോക്കാം. അപ്പോൾ 4 മണിക്ക് നല്ല നല്ല ചായയും കടിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതൊന്ന് കണ്ടിട്ട് പോയോ.